100-110 സ്പീഡിലാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഏതാനും ആഴ്ചകൾ കഴിയുമ്പോഴേക്കും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കും എന്നൊക്കെയാണ് നമ്മൾ വാർത്തകൾ വായിക്കുന്നത്. അപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി 100 അടിച്ച് ഇത്തവണ അധികാരത്തിലേക്ക് വരും എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വയനാട്ടിൽ ചേർന്ന ലക്ഷ്യ 2026 കോൺക്ലേവിൽ പറഞ്ഞിട്ടുള്ളത്. അതിന് മറുപടിയായി ശ്രീ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ 110 അടിക്കുമെന്നാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ 100-110 സ്പീഡിലാണ് നീങ്ങുന്നത്. എന്നാൽ ഈ 100 ആണോ 110 ആണോ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ചെറിയൊരു വിശകലനം ആവശ്യമാണ് എന്ന് തോന്നുന്നു. എന്താണ് വി.ഡി. സതീശൻ്റെ 100 സീറ്റ് അവകാശവാദത്തിന് പിന്നിലുള്ള അദ്ദേഹം അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ? ഒന്ന്, ഇത്തവണ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ 99 സീറ്റായിരുന്നു പിണറായി വിജയൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ടേം അവസാനിക്കുമ്പോഴേക്കും അത് 98 സീറ്റിലേക്ക് പോയി. ഇപ്പോൾ ഒരു മുൻ മന്ത്രി കൂടി രാജിവെക്കേണ്ടി വന്നതോടുകൂടി അത് 97ലേക്ക് വീണിരിക്കുകയാണ്. ഒരു സീറ്റിൽ പോലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ CPM-ന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പലതും UDF-ൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. അത് തൃക്കാക്കരയാണെങ്കിലും പുതുപ്പള്ളിയാണെങ്കിലും പാലക്കാടാണെങ്കിലും ഒക്കെ സിറ്റിംഗ് സീറ്റായിരുന്നു. പക്ഷേ നിലമ്പൂരിൽ സ്ഥിതി മാറി. നിലമ്പൂരിൽ LDF-ൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന അൻവർ മത്സരിച്ചിരുന്ന സ്ഥാനത്ത് അവിടെ UDF പിടിച്ചെടുക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു. അതോടൊപ്പം തന്നെ ചേലക്കരയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ഏതാണ്ട് 1/3 കുറയ്ക്കാനും UDF-നായി. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാട്ടുമൊക്കെ തന്നെ UDF-ന് ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തിൻ്റെ പല മടങ്ങ് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനും തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് സതീശൻ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, അതിൻ്റെ ഇടയിൽ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 18 സീറ്റിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ഇതിലേറെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ആത്മവിശ്വാസത്തിൻ്റെ നില ഉയർത്തുന്നത് ഏറ്റവും ഒടുവിലായി നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വന്ന ഫലങ്ങളാണ്. ഏതാണ്ട് 83-ലധികം സീറ്റിൽ ഇപ്പോൾ നിലവിലുള്ള നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണി ലീഡ് ചെയ്യുന്നു എന്നുള്ള വലിയ തോതിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ള നിലയിലുള്ള കണക്കുകളാണ് മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടത്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തന്ത്രജ്ഞൻ കനകോലു പറയുന്നത് 90 സീറ്റിൽ വിജയിക്കാനുള്ള സാധ്യത ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ നിലനിൽക്കുന്നു എന്നാണ്. എന്നാൽ അതിൻ്റെ മേലെയാണ് UDF എന്ന് പറയുന്നത് കേവലം കുറച്ച് കക്ഷികൾ ചേർന്ന ഒരു ഫെഡറേഷനല്ല. UDF എന്ന് പറയുന്നത് ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് കേരളത്തിന് സമ്മാനിക്കാൻ കഴിയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ് എന്നൊക്കെ വി.ഡി. സതീശൻ പറയുമ്പോൾ കൂടുതൽ ഘടകങ്ങൾ അതിലേക്ക് കടന്നു വരാനുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുമ്പോഴാണ് കനകോലു പറഞ്ഞ 90-ലും മേലെ 100ലേക്ക് പോകും, 100 കടക്കുമെന്നുള്ള തരത്തിൽ വി.ഡി. സതീശൻ പറയുന്നത്. എന്നാൽ പിണറായി വിജയൻ പറഞ്ഞ 110 ഒറ്റ നോട്ടത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ പിണറായി വിജയൻ പറഞ്ഞ 110ലേക്കാണ് ദൂരം കുറവ്. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ 97 സീറ്റുകൾ ഉണ്ട്, 97 MLA-മാർ LDF-നുണ്ട്. അവിടെ നിന്ന് 110ലേക്ക് അധികം ദൂരമില്ല. പക്ഷേ സാഹചര്യങ്ങൾ നേരെ മറിച്ചാണ്. UDF-ൻ്റെ ആ പ്രഖ്യാപനം വന്നതോടുകൂടി പകച്ചുപോയ CPM-നെയും LDF-നെയുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായിരുന്നു അവരുടെ പ്രതികരണം? പിന്നെ പിറ്റേ ദിവസം കാണുന്നത് എന്താണ്? വി.ഡി. സതീശനെതിരായി ഏതോ കാലത്ത് നടന്ന ഒരു സംഭവത്തിൽ ഏതോ കാലത്ത് സമർപ്പിച്ച ഒരു റിപ്പോർട്ട് പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്ന് ഒരാരോപണം ഉന്നയിക്കുകയാണ്. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതാ ഞങ്ങൾ CBI അന്വേഷണത്തിന് പോകാനുള്ള ശുപാർശ വന്നിരിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അതിൻ്റെ പുറത്ത് CPM നേതാക്കൾ അതിൻ്റെ പുറകെ കൂടുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പക്ഷേ ആ വാർത്ത വന്ന് അന്ന് വൈകിട്ടാകുമ്പോഴേക്കും അതിൻ്റെ ഗ്യാസ് പോകുന്ന കാഴ്ചയും കണ്ടു. പിന്നെയാണ് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും തങ്ങളുടെ അണികളെ പിടിച്ചു നിർത്താൻ മറ്റെന്തെങ്കിലും കൂടിയേ തീരൂ എന്നുള്ള നില വന്നപ്പോഴാണ് ഞങ്ങൾ 110ൽ ജയിക്കുമെന്നുള്ള തരത്തിലൊരു പ്രഖ്യാപനവുമായി CPM വന്നിരിക്കുന്നത്. എന്നാൽ എന്താണ് കേരളത്തിലെ യഥാർത്ഥ ചിത്രമെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. എന്താണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇത്ര പ്രാധാന്യം? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മറ്റൊരു കോണ്ടെക്സ്റ്റിലാണ് നടക്കുന്നത് എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം 95-ൽ ആദ്യത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നടന്നതിന് ശേഷം 2010-ൽ നേരിയ മേൽക്കൈ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ താഴെത്തട്ടിൽ സുഘടിതമായ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനമുള്ള CPM-നും LDF-നും ഒക്കെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അനായാസം വിജയിച്ചു വരാൻ കഴിയുന്ന സാഹചര്യമാണ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. എന്നാൽ താഴെത്തട്ടിൽ പഞ്ചായത്ത് തലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അനുകൂല പ്രതികൂല ഘടകങ്ങൾ കണക്കിലെടുത്ത് ചില ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായ ജനവിധിക്ക് വിരുദ്ധമായി കേരളത്തിലുടനീളം ഒരു തരംഗമെന്നുള്ള നിലയിൽ ഈ ഗവൺമെൻറ്റിനെതിരായി LDF-നെതിരായി CPM-നെതിരായി പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള വലിയ തോതിലുള്ള എതിർപ്പ് പ്രകടമാണ് എന്ന തരത്തിലുള്ള
ഒരു വിലയിരുത്തലാണ്, ഒരു ജനവിധി ഉണ്ടായി എന്ന വിലയിരുത്തലാണ് കേരളത്തിൽ ഉടനീളമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ അതിനെ സംബന്ധിച്ച് പങ്കുവച്ചത്. അപ്പോൾ ആ ഒരു ട്രെൻഡ് നിലനിൽക്കുന്നു. ജനവിരുദ്ധ വികാരം ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഇത്തരത്തിലൊരു ജനവിധി ഉണ്ടായതിനു ശേഷവും വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാൻ CPM തയ്യാറായിട്ടില്ല. അതുമാത്രവുമല്ല, ആ വാദഗതിയെ സഹായിക്കുന്ന തരത്തിൽ അതിനെ ഒന്നുകൂടി ചേർത്ത് പിടിക്കുന്ന തരത്തിലാണ് ബാലനെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണങ്ങൾ എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നമ്മൾ കാണേണ്ടത് യഥാർത്ഥത്തിൽ CPMനെതിരായി ഇടത് സർക്കാരിനെതിരായിട്ടുള്ള ജനവിരുദ്ധ വികാരം അതേ അർത്ഥത്തിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ശബരിമലയിലെ കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത എന്ന് പറയുന്നത് തന്ത്രി കൂടി അറസ്റ്റിലായി എന്നുള്ളതാണ്. അതും ആ കേസിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നേ ഉള്ളൂ. തന്ത്രിയാണ് ഈ കൊള്ള നടത്തിയത് എന്ന മട്ടിൽ CPMൻ്റെ ഉത്തരവാദപ്പെട്ട നേതാക്കൾക്ക് അല്ലെങ്കിൽ അവർ ചുമതലപ്പെടുത്തിയ ദേവസ്വത്തിൻ്റെ ഭരണാധികാരികൾക്ക് അതിൽ പങ്കുണ്ട് എന്ന കാര്യത്തെ നമുക്ക് അതുകൊണ്ട് മൈനസ് ചെയ്ത് കാണാൻ പറ്റില്ല. അതിൽ നിന്ന് അവരെ ഒഴിവാക്കി കാണാൻ കഴിയില്ല. കാരണം അവർ കൂടി ഉൾപ്പെട്ട തീരുമാനമാണ് ഇത്തരത്തിൽ ശബരിമലയിലെ കൊള്ളയിലേക്ക് നയിച്ചത് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ തന്ത്രി മറുത്തു പറഞ്ഞില്ല എന്നതുകൊണ്ട് മാത്രം തന്ത്രിയാണ് ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ എന്നതിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. എല്ലാവരും കൂടി ചേർന്ന് നടത്തിയ ഒരു കൊള്ളയാണ് എന്നതിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ഡിഫൻസിലാണ്, പ്രതിരോധത്തിലാണ്, അല്ലെങ്കിൽ മറുപടി പറയാൻ കഴിയാത്ത നിലയിലാണ് CPM നിൽക്കുന്നത്. ദിവസങ്ങളായി, ആഴ്ചകളായി ഈ പറയുന്ന ഉന്നത നേതാക്കൾ, മുൻ MLAയും ജില്ലാ കമ്മിറ്റി അംഗവും ഉയർന്ന നേതാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ റിമാൻഡിലാണ്. അവർക്ക് നേരെയുള്ള കുറ്റപത്രം എന്താണെന്നും അതിൽ വെച്ചിട്ടുള്ള ചാർജസ് എന്താണെന്ന് പോലും CPM വിലയിരുത്തിയിട്ടില്ല. അതിൻ്റെ പുറത്ത് പാർട്ടി നടപടിയെടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ തീർച്ചയായും അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ജനവികാരം ഈ ഗവൺമെൻറ്റിനെതിരെ തുടരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മൾ ഒടുവിൽ ഈ കണക്കുകൾ വായിച്ചു നോക്കുമ്പോൾ ഏതാണ് യുക്തിക്ക് ചേർന്ന് നിൽക്കുന്നത്? VD സതീശൻ പറഞ്ഞ 100 ആണോ, അല്ലെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞ 110 ആണോ? എനിക്ക് പറയാനുള്ളത് VD സതീശൻ പറഞ്ഞ 100ലേക്ക് കാര്യങ്ങൾ അടുക്കുന്നു എന്ന് തന്നെയാണ്. അതിൻ്റെ സൂചനയാണ് CPMൻ്റെ ഭാഗത്തു നിന്ന്, ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.